അപ്പം നമ്മുടെ സീഷോർ ഫാമിലെ ബോട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിങ്ങിന് നമുക്ക് ഒരു ബോട്ടിന് 100 രൂപയാണ് കേട്ടോ. അതിൽ നമുക്ക് 4 ആളുകൾക്ക് സഞ്ചരിക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇരുത്താവുന്നതാണ് കേട്ടോ. പിന്നെ ബോട്ടിങ്ങിൻ്റെ വീഡിയോൻ്റെ എനിക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്ക് ബോട്ടിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ കൊച്ചുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിയായി. അത് മാത്രമല്ല, എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വിചാരം ഈ ബോട്ട് ഞാൻ ഫ്രണ്ടിലിരുന്ന മുങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊച്ചിനെയും കൊണ്ട് ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ ബാക്കിലിരുന്നിട്ടും എനിക്ക് ആ ഒരു പേടി മാറുന്നില്ല. കാരണം കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്തോ മുങ്ങിയ എന്ത് ചെയ്യുന്നുള്ളൊരു പേടി കൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ബോട്ടിങ്ങിൻ്റെ യാത്രയായാലും നമുക്ക് ഈ ഒരു ഫാമിൽ ഒരുവിധം കവർ ചെയ്ത് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് എല്ലാം കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സീഷോർ ഫാം ആൻഡ് നഴ്സറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എൻട്രി ഫീസായിട്ട് അവർ പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ റൈഡുകൾക്ക് അവർ ഒരു 40 രൂപ 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ റേഞ്ചിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അതിനുള്ളൊരു പൈസ മാത്രമേ അവർ ഈടാക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു പൈസ അവർ ഫീ ആയിട്ട് അവർ മേടിക്കുന്നുണ്ടെങ്കിലും നമുക്കത് കൊടുക്കുന്ന പൈസ നല്ലൊരു ലാഭം തന്നെയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് നമുക്ക് അഡൽറ്റിനായാലും ഇപ്പോൾ കുട്ടികൾക്കായാലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇനി ഒരു ദിവസം കൂടി ഞങ്ങൾ വീണ്ടും പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഈ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ബോട്ടിൽ പോയതൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കൂടി ഒരു ദിവസം കൂടി പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴയും പെയ്യാറായിട്ടോ ഞങ്ങൾ തിരിച്ച് പോരാറായപ്പോഴത്തേക്കും. തിരിച്ച് പെട്ടെന്ന് പോരാൻ കാരണം നമ്മളുടെ ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ അത്ര നേരം ട്രെയിനിൽ ആളുകളാവാതിരുന്ന ട്രെയിൻ ഞങ്ങൾ കയറി പകുതി എത്തിയപ്പോഴത്തേക്കും ട്രെയിനിൽ ആളുകളായി എന്ന് പറഞ്ഞിട്ട് സൈറൻ കേട്ടു. ട്രെയിനിൽ ആളുകളാകുമ്പോൾ അവർ സൈറൻ അടിക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ട്രെയിനിൽ ആളുകളായി എന്ന് അറിയുന്നത്. പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെയിനിലേക്ക്